ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കാന്താരി പരിചയപ്പെടാം. ഇത് കണ്ടോ, എൻ്റെ വീടിൻ്റെ അടുക്കള മുറ്റത്തുള്ളതാട്ടോ ഈ കാന്താരി. ഇതാ ഉഷാറായിട്ട് കാന്താരി തൈ ഇവിടെയുണ്ട്, പിന്നെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഈ ചുവന്ന അല്ല, ചെറിയ കാന്താരി, ഈ കാന്താരിനെ മാനം നോക്കി മുളക് എന്ന് പറയും. കുറച്ച് കുത്തനെ നിൽക്കണം കേട്ടോ. അങ്ങനെ അത് പിന്നെ ഇതാ വെള്ള കാന്താരി, ചീനമുളകെന്ന് പറയും. അങ്ങനെ ഈ കാന്താരി, നമ്മൾ ഈ മുളകുണ്ടല്ലോ, ഇത് നമ്മൾ എരിവിനല്ലേ എല്ലാവരും കൂട്ടുക. ഈ കാന്താരി മുളക് അരച്ച ചമ്മന്തി, പിന്നെ അതേപോലെ എന്തെങ്കിലും പടുകൂട്ടാൻ വെക്കുമ്പോൾ ആ പടുകൂട്ടാനിലേക്ക് അരച്ച് ചേർക്കാൻ, പിന്നെ മുളക് കൊണ്ടാട്ടം, അങ്ങനെ മുളക് കടിച്ചു കൂട്ടാൻ, ഇതൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഇതിൻ്റെ ഇല ഉണ്ടല്ലോ, ഈ ഇല ഒന്ന് താളിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ മക്കളെ, ഭയങ്കര ടേസ്റ്റാട്ടോ. ഇതിൻ്റെ ഇല നമ്മളെ എങ്ങനെ നുള്ളിയെടുക്കുക, അതിന് മൂത്തതെന്നോ ഇളയതെന്നോ ഒന്നുമില്ല. ഇതിൻ്റെ ഇല നന്നായിട്ട് നുള്ളിയെടുക്കുമ്പോൾ നമ്മളിതിൻ്റെ കുറച്ച് കഴുത്ത് ഇങ്ങോട്ട് നുള്ളുക. ഇതായി ഇങ്ങനെ കഴുത്തോട് കൂടി നുള്ളുമ്പോൾ അതിൽ നിന്ന് ഒരു 2 മുളകും കിട്ടും. നമുക്ക് എത്ര ഇല വേണോ അത്രയും ഇല നുള്ളണതിനനുസരിച്ച് ഓരോ കഴുത്തുമ്മ ഇല ഈ മുളകും കൂടിയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് നുള്ളിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എരിവ്, നമ്മൾ ഈ ഇല നന്നായിട്ട് കഴുകിയിട്ട് അരിയല്ലോ, അതിനോട് കൂടെ ഈ മുളകും കൂടി അങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് അത് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി എടുക്കുക, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റുമ്പോൾ ഈ കഴുകി വെച്ചിട്ടുള്ള ഈ കാന്താരിയുടെ ഇല അതിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഒരൊറ്റ മിനിറ്റിലതാ ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് ഇളക്കിയിട്ട് ആ ഒരൊറ്റ മിനിറ്റിൽ കൂട്ടാൻ റെഡിയായി. അപ്പോൾ നല്ലൊരു സൂപ്പർ താളിപ്പ് കറി കേട്ടോ ഇത്. ഈ ഒരു താളിപ്പ് കൂട്ടിയിട്ട് നമുക്ക് വേറെ ഒരു കറിയും ഇല്ലാതെ തന്നെ ചോറ് ഇഷ്ടം പോലെ കഴിക്കാം കേട്ടോ. അത്രയ്ക്ക് സൂപ്പറാണ് ഇതിൻ്റെ മുളക് ഇല താളിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഇല എല്ലാവരും ഇതിൻ്റെ ഇല വെറുതെ കളയാണ്. ഞാൻ ആരും കണ്ടിട്ടില്ല ഇതിൻ്റെ ഇല അങ്ങനെ കറി ഉണ്ടാക്കണത്. പക്ഷെ താളിപ്പല്ലാതെ കുറച്ച് ഒരു നുള്ളു പരിപ്പ് ചേർത്തിട്ട് തേങ്ങ അരച്ച് വെച്ചാൽ അതിലേറെ രസമാണ്. പക്ഷേ അതിലേക്കൊക്കെ എനിക്കിഷ്ടമായത് താളിപ്പ് കറി കേട്ടോ. ഈ താളിപ്പ് കറി ഒന്ന് കൂട്ടിയിട്ട് നിങ്ങൾ ചോറ് വെച്ചിട്ട് കഴിക്കേ, സൂപ്പറായിരിക്കും. ഓക്കേ.